your little homies wanna be like on my knees in the night, saying prayers in the street light. Been staying most of the night, living in a gangster's paradise. സർ, ഇസയുടെ ഗാർഡിയൻ വന്നിട്ടുണ്ട്. ഇസ, എന്താ പറ്റിയേ? അത് പിന്നെ സ്റ്റെയർ ഇറങ്ങിയപ്പോൾ കാലൊന്ന് സ്ലിപ്പായതാ. ഓ, എങ്ങനെയുണ്ട് ഇപ്പോൾ? പെയിൻ ഉണ്ടോ? അത് ചെറുതായി. ആണോ? എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട ഇവാൻ, അത് മാറിക്കോളും. വേണ്ട, പെയിൻ ഉണ്ടേ അത് വെച്ചോണ്ടിരിക്കണ്ട, നമുക്ക് പോവാം. ഹലോ, ഞാൻ ഇസയുടെ ട്യൂട്ടറാണ്. ഓ, ഹലോ സർ. ഇസയുടെ ഫ്രണ്ടാ. ഓ, ഓക്കെ. ഇസ ഹോസ്പിറ്റലിൽ കാണിക്കുക. വെറുതെ പെയിൻ കൂടുന്നവരെ വെച്ചോണ്ടിരിക്കണ്ട. എനിക്ക് വാ ഇസ. താങ്ക് യു സർ. അല്ല, തൻ്റെ ബാഗോ? അത് ഞാൻ എടുത്തോണ്ട് വരാം. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ മിയ. എവിടെ? ഓ, അവന് അത്യാവശ്യമായ ഒരു വർക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. സോ അതിന് പോയിക്കുക. അതുകൊണ്ട് തന്നെ വന്ന് പിക്ക് ചെയ്യാൻ എന്നോട് പറഞ്ഞു. ഓ, ഓക്കെ. വാ പോവാം. വാ. ഇസ, നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല മിയ, പറ്റുന്നുണ്ട്. പറ്റുന്നില്ലെങ്കിൽ പറ, ഞാൻ ക്യാരി ചെയ്യാം. വേണ്ട ഇവാൻ, ഐ എം ഓക്കെ. ഓക്കെ. മിയ, താൻ എന്നാ പൊക്കോ, ക്ലാസ്സില്ലേ? വേണ്ട, ഇസനെ കാറി കയറ്റി വിട്ടിട്ടേ ഞാൻ പോണുള്ളൂ. മിയ, നീ പൊക്കോ. ഇവാൻ ഉണ്ടല്ലോ, ക്ലാസ് മിസ്സാക്കണ്ട. മിസ് കയറി കാണൂ ഇപ്പോൾ. അത് സാരമില്ല. മിസ്സിനോട് കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പം നീ നടക്ക്. അപ്പോൾ ശരി, പോട്ടെ മാഡം. ഓ, ശരി സർ. ഇസ, അങ്കിൾ. അയ്യോ, ഇതെന്ത് പറ്റി കാലിന്? അത് കോളേജിൽ വെച്ച് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ഒന്ന് സ്ലിപ്പായി. ആണോ? എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, മസിലൊന്ന് വലിഞ്ഞതാ. അങ്കിൾ എന്താ വന്നേ? ഞാനിവിടെ ഒരു ഹെൽത്ത് ചെക്കപ്പിന് വന്നതാ. ഓ, ഇവാൻ, ഇത് സാമുവൽ അങ്കിൾ, മിയയുടെ പപ്പയാ. ഓ, ഓക്കെ. ഹലോ. ഹലോ. ആൻഡ് യു? എവിടോ കണ്ടിട്ടുണ്ടല്ലോ. പപ്പയുടെ ഫ്രണ്ട് ഇല്ലേ, ലൂക്ക, ആ അങ്കിളിന്റെ ബ്രദറാ. ഓ യാ, എനിക്കറിയാം. ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഈ ബിസിനസ് ഫീൽഡിലുള്ള ഒരാളും KD ഇൻഡസ്ട്രീസിനെ പറ്റി അറിയാതിരിക്കില്ലല്ലോ. ലൂക്കിയും എനിക്ക് പരിചയമുണ്ട്, ബട്ട് അങ്ങനെ ക്ലോസ് ആയിട്ടില്ലെന്നേ ഉള്ളൂ. 1-2 ഫംഗ്ഷനിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ആക്ച്വലി നിങ്ങളുടെ കണ്ടപ്പം എനിക്കും എവിടോ കണ്ട പോലെ തോന്നിയിരുന്നു. ഇപ്പോൾ ഓർമ്മ വന്നു. ഒരു 1 ഇയർ മുന്നേ ലണ്ടനിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, സ്കൈ ഗാർഡനിൽ. ഓ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ ഓർമ്മ വന്നു. ആൻഡ് അന്നത്തെ നിങ്ങളുടെ പ്രസന്റേഷൻ, ഇറ്റ് വാസ് ഓസം. എനിവേ, നൈസ് ടു മീറ്റ് യു. ഓ, താങ്ക് യു. സിറേക്ക് വിളിച്ചായിരുന്നു. അവനെന്തോ പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. സോ പാർട്ടിക്ക് ഉണ്ടാവില്ലേ? യാ, ഷുവർ. അപ്പൊ ഇനി അന്ന് കാണാം. ഓക്കെ. അപ്പൊ ശരി, ഞാനെന്നാ ചെല്ലട്ടെ. ഇസ, ബൈ. ബൈ അങ്കിൾ. പിന്നെ മീനെയും വിടണേ പാർട്ടിക്ക്. ഓക്കെ ഓക്കെ. അവിടെ ഒരാൾ ഇപ്പോഴേ അതും പറഞ്ഞിരിപ്പുണ്ട്. നേരത്തെ അങ്ങ് വിട്ടേക്കാം, പോരെ? അത് മതി. താങ്ക് യു അങ്കിൾ. ഇതെന്ത് വേദനയാ. പെയിൻ കില്ലർ കഴിച്ചിട്ടും എന്ത് കുറയാത്തെ. ഇസ, തനിക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ എന്നെ പിക്ക് ചെയ്യാൻ വരാഞ്ഞേ? അതെനിക്ക് പെട്ടെന്ന് ഏതെൻ്റെ കൂടെ പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഓ, എവിടെ?
അത് വർക്ക് പ്ലേസിൽ. അതെവിടെയാ? ഇവിടെ അടുത്താ. അപ്പോൾ ഇവിടെ തനിക്കിപ്പോൾ പെയിൻ ഉണ്ടോ? ചെറുതായിട്ട്. അധികം സ്ട്രെയിൻ കൊടുക്കണ്ട, താൻ റെസ്റ്റ് എടുക്ക്. പിന്നെ പപ്പ വന്നോ തിരിച്ച്? ഇല്ല, ഉടനെ എത്തും. ഹാ. ഓക്കെ, ഞാൻ പോവാ. ജയ്, എന്താ? തിരിച്ചു പോവാണോ? ഇല്ല, ഇവിടെ ഉണ്ടാവും. ഓക്കെ. ഇസ, എന്താ പറ്റിയേ? ചേട്ടൻ പറഞ്ഞു നീ സ്റ്റെയറിൽ നിന്ന് വീണുന്ന്. എങ്ങനെയുണ്ട്? ഏയ് ഒന്നുമില്ല പപ്പ, കാല് സ്ലിപ്പായപ്പോൾ മസിൽ വലിഞ്ഞതാ. അതവിടെ നിൽക്കട്ടെ. എന്തായി പോയ കാര്യം? പോയ കാര്യമൊക്കെ നന്നായി നടന്നു. പാർട്ടിക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ എന്തായി? അതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മിയ ഉണ്ടാവില്ലേ എന്ന്? ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ബോറടിച്ച് ചത്തുപോകും. ഓക്കെ, മോൾ എന്നാ കിടന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഓക്കെ പപ്പ. പാർട്ടിക്ക് വേണ്ടുന്ന അറേഞ്ച്മെന്റ്സ് എല്ലാം ഞാൻ തന്നെ ഏൽപ്പിച്ചേക്കുക. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. ഓക്കെ സാർ, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ തന്ന ലിസ്റ്റ് ചെക്ക് ചെയ്തില്ലേ? അതിലാരെയും മിസ്സാക്കാതെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം. ഓക്കെ സാർ. ഓക്കെ സാർ, ഇതിപ്പോൾ മാറ്റിവെച്ച പ്രോജക്റ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ എന്താ കാര്യം? അതും ഇത്ര പെട്ടെന്ന് തന്നെ? ഏയ് അതൊന്നുമില്ല. താൻ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. ഓക്കെ. പിന്നെ വേണ്ട സെക്യൂരിറ്റീസിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. ഏയ് നോ സാർ, അതൊക്കെ ഓക്കെയാണ്. ഇനി താൻ പോക്കോ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ സാർ. ഇതാര്? മിയമോളോ? എന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? അത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ? അങ്കിൾ എന്താ പതിവില്ലാതെ ഈ ടൈമിൽ ഇവിടെ? ഓഫീസിൽ പോയില്ലായിരുന്നോ? അത് പിന്നെ സാർ ഓഫീസിലോട്ട് പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. ഹാ, അതെന്താ ഇതുവരെ ഇറങ്ങാത്തെ? സാറിന് ഇന്നൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് 11 മണിക്ക്. അതുകൊണ്ട് ആ ടൈമിൽ എത്തുന്ന രീതിയിൽ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഓ അങ്ങനെ. മോളെന്താ വന്നേ? അത് പിന്നെ ഞാൻ ഇസേനെ കാണാൻ വന്നതാ. അവൾ ഇന്നലെ ക്ലാസ്സിന് വന്നില്ലായിരുന്നല്ലോ, സോ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വന്നതാ. ഓ ശരി മോളെ. ഇസക്കുഞ്ഞിപ്പോ റൂമിലോട്ട് കയറിപ്പോയേ ഉള്ളൂ ഫുഡ് കഴിച്ചിട്ട്. ആണോ? എങ്കിൽ ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ. ആ ശരി. ഇസ? ആ മിയ, നീയോ? നീ എന്താ വന്നേ? അത് പിന്നെ നിനക്കെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വന്നതാ. ഓ, അതിനിപ്പോൾ ഫോൺ വിളിച്ചാൽ പോരായിരുന്നു? ഓ, എങ്കിൽ ഞാൻ പോന്നു. നിന്നെ കാണാൻ വന്ന് ഞാൻ ആരായി? അങ്ങനെ പറയല്ലേ കുട്ട, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഓ മതി മതി. ഇസ, അല്ല ഇതാരാ? മിയമോളോ? ഇതെപ്പോ വന്നു? ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. പപ്പ പോ ഇറങ്ങിയതാണോ? ആ അതെ മോളെ. അല്ല ഈ സൺഡേ പാർട്ടിക്ക് വരില്ലേ മിയ? ആ പപ്പ വരുന്നുണ്ട്. സാമുവലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പപ്പ ഇറങ്ങുവാണേ, നിങ്ങളെന്നാ സംസാരിച്ചിരിക്കുക. ഓക്കെ പപ്പ, ബൈ. പിന്നെ എങ്ങനെയുണ്ട് നിനക്ക്? പെയിൻ കുറവുണ്ടോ? എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. ബട്ട് പപ്പ എന്നെ വിടുന്നില്ല ക്ലാസ്സിന്. മൺഡേ തൊട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഓ ആണോ? കുഴപ്പമില്ല, നിനക്ക് ഓക്കെ ആയിട്ട് വന്നാൽ മതി. ആ പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അങ്കിളിനെ കണ്ടായിരുന്നു. ഹാ, ഏതങ്കിൾ? എടി നിന്റെ പപ്പയെ. പപ്പയോ? ഹാന്നേ, എന്തോ ഹെൽത്ത് ചെക്കപ്പിന് വന്നതാണെന്നാ പറഞ്ഞേ. ഇവാനുമായൊക്കെ സംസാരിച്ചു. അവർ തമ്മിൽ എന്തൊക്കെയോ ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് പപ്പ എന്തു പറഞ്ഞു? എന്തു പറയാൻ, ഞങ്ങളെ കണ്ടു, സംസാരിച്ചു, പോയി, അത്ര തന്നെ. അല്ല, നിന്റെ പപ്പ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഹാ ബെസ്റ്റ്. നിനക്കറിയാലോ അവിടുത്തെ അവസ്ഥ. പപ്പ ഫുൾ ടൈം ബിസിനസ് കമ്പനി എന്നും പറഞ്ഞ് നടക്കുക. എന്നോടൊന്നും സംസാരിക്കുക പോലുമില്ല. ഓ, ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ? അത് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതിപ്പോൾ വർക്ക് ലോഡ് കൊണ്ടാവും. ഓ പിന്നെ, എങ്കിൽ പിന്നെ നിൻ്റെ പപ്പയോ? എന്തായാലും നിൻ്റെ പപ്പയുടെ അത്രയൊന്നും വരില്ലല്ലോ പപ്പയുടെ കമ്പനി. എന്നിട്ട് നിന്നോട് എന്താ പപ്പ സംസാരിക്കാൻ വരില്ലേ? ഇസ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല.
പപ്പയ്ക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ പപ്പ എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ പപ്പ ഇങ്ങനെ ഹെൽത്തൊന്നും നോക്കാതെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള സങ്കടം കൊണ്ട് പറയുന്നതാ. അന്ന് തന്നെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ആ പോട്ടെ, ആ ടോപ്പിക്ക് പറഞ്ഞ് ഇന്നത്തെ എൻ്റെ മൂഡ് കളയാൻ എനിക്കൊട്ടും താല്പര്യമില്ല. ഇതൊക്കെ എനിക്കിപ്പോൾ ശീലമായില്ലേ. പിന്നെ നീ പറ, അവിടെ എന്താ വിശേഷം? എന്ത്? ഓ ഇവള്. അല്ല, ചേട്ടൻ എവിടെ? കണ്ടില്ലല്ലോ. ആ ഇവിടെ ഉണ്ടല്ലോ, റൂമിലാവും. അപ്പോൾ മറ്റേ ആളോ? ആര്? മറ്റേ ആളില്ലേ, ജേഡൻ്റെ ബ്രദർ. ഓ ഇവാൻ. അത് നിനക്കങ്ങ് നേരെ ചോദിച്ചാൽ പോരെ. ഇവാൻ ഇവിടെ ഇല്ല, ഓഫീസിൽ പോയെന്ന് തോന്നുന്നു. ഓ എന്താ മോളെ കാര്യം? ഏയ് ഒന്നുമില്ല, അതിൻ്റെ മുഖം കാണേണ്ടി വരുമെന്ന് വെച്ച് ചോദിച്ചത്. നീ വാ, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം ഇനി. അതെ അതെ വാ. ഏതൻ പ്രൊജക്ടിന്റെ ഡോക്യുമെന്റേഷൻ എല്ലാം ഫൈനലൈസ് ചെയ്തില്ലേ? യെസ്, എന്നാലും ഇനി ഒന്ന് റീചെക്ക് ചെയ്യണം. ഓക്കെ. ഏതൻ, ഡെറിക്കിൻ്റെ കാര്യം എന്തായി? ഇതിപ്പോൾ ഡെറിക്കിനെ പറ്റി അന്വേഷിക്കാതെ നിങ്ങൾ ഈ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് നമ്മുടെ ആവശ്യം ഡെറിക്ക് മാത്രമല്ലല്ലോ. സാറ് പറഞ്ഞതുപോലെ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഡോണ്ട് മേക്ക് എനി മിസ്റ്റേക്സ്. ഓക്കെ സാർ. യു ക്യാൻ ഗോ. ഇവാൻ, അവിടുത്തെ കാര്യം എന്തായി? ആ ലെറ്ററിന് ശേഷം പിന്നൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഏയ് ഇല്ല, ബട്ട് അതിനുശേഷം ഇസ നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. എന്തായാലും പാർട്ടി വെച്ച് നോക്കാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. വാട്ട് യു മീൻ? പാർട്ടിയിൽ വെച്ചെന്താ? അപ്പോൾ ഇസ പാർട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? യെസ്. ലൂക്ക, അത് ഇസ ഇതിൽ ഇൻവോൾവ് ആക്കണോ? ഏയ് ഇവാൻ, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഇസ പാർട്ടി അറ്റൻഡ് ചെയ്യുക എന്ന ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ അവളെ വെച്ചുള്ള ഒരു റിസ്ക്കും നമ്മൾ എടുക്കില്ല. ഈ പാർട്ടിയിലൂടെ ഡെറിക്കിനെ പിടിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? ഓഫ് കോഴ്സ് നോ. അങ്ങനെ അവൻ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ വലയിൽ വന്ന് വീഴില്ലല്ലോ. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. ഇസ, റെഡി ആയില്ലേ നീ? ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ആ അതാ വരുന്നു. ഓ ഇവളെ കൊണ്ട്. Il attend devant cette photo d'antan. Il n'est pas fou, il y croit. കൊള്ളില്ലേ? ഞാൻ പപ്പയോട് പറഞ്ഞതാ എനിക്ക് ഈ ഗൗണൊന്നും സെറ്റ് ആവൂലെന്ന്. ആര് പറഞ്ഞു സെറ്റ് ആവില്ലെന്ന്? സോ ബ്യൂട്ടിഫുൾ. ലബായി എനിക്ക്. ശരിക്കും കൊള്ളാവോ? ആന്നേ, ശരിക്കും ഒരു ബ്രൈഡിനെ പോലെ ഉണ്ട്. അയ്യേ ഒന്ന് പോയേ. എന്തയ്യേ? ഞാൻ കാര്യവാ പറഞ്ഞ. നീ വിചാരിച്ച നമുക്കിത് ഒരു മാരേജ് ഫംഗ്ഷൻ ആക്കാം. വേണേൽ ഗ്രൂമായി ജീഡനെയും നോക്കാം. എങ്ങനെയുണ്ട്? അയ്യടാ, നീ ഇത് പറഞ്ഞ് എങ്ങോട്ടാ പോന്നേ? ചുമ്മാ ഒരു രസം. അയ്യടാ, ജേഡന്റെ കാര്യം പറയുമ്പോൾ മുഖത്തെ ആ ചിരി. ഒന്ന് പോയേ നീ. ഇതത്ര നല്ലതല്ല. ഓ ശരി, നീ ഇപ്പം നടക്കാൻ നോക്ക്. ലേറ്റായി ഇപ്പം തന്നെ. അതിന് ഞാനല്ലല്ലോ, നീ അല്ലേ? ആ ഓക്കെ സമ്മതിച്ച്. നീ ചെല്ലങ്ങോട്ട്, ഞാൻ ദാ വരുന്നു. ഓക്കെ, ഇനിയും ലേറ്റ് ആക്കല്ലേ, ഞാൻ താഴോട്ട് പോവാ. ഓക്കെ. ഇവാൻ, ജേഡൻ എവിടെ? അവൻ ഏതെൻ്റെ ലൂക്കയുടെയും കൂടെ അങ്ങെത്തിക്കോളും. ഓ ഓക്കെ. സേവിയർ, അവിടുത്തെ അറേഞ്ച്മെന്റ്സ് എല്ലാം ഓക്കെ അല്ലേ? യെസ് സാർ, എല്ലാം ഓക്കെയാണ്. ഇവാൻ, അപ്പം ഞാനും സേവിയറും പോവുക. മീയും ഇസയും കൂടി നീ അങ്ങ് എത്തിയാൽ മതി. ഓക്കെ, ഞങ്ങൾ വന്നോളാം. ഓക്കെ ഇവാൻ. സേവിയർ, വാ ഇറങ്ങാം. Stick around. Once
striking you out, baby. Don't care if I sound crazy, but you never let me down. No, no, that's why. ഇസ എവിടെ? അവളിപ്പോൾ വരും. ഓക്കെ. അല്ല, പപ്പ എവിടെ? ഹാ, ആരുടെ പപ്പ? ഇസയുടെ പപ്പ എവിടെയെന്ന്. ഓ, ആ പപ്പ ഇപ്പം ഇറങ്ങിയേ ഉള്ളൂ. ഓ, I could stay here for a lifetime. So lock the door and throw out the key. Can't fight this no more. It's just you and me, and there's nothing. ഇവാൻ? ഹാ, എത്തിയല്ലോ. വാ, നമുക്കിറങ്ങാം. ആ, ജയ് എവിടെ? അവൻ ഏതിൻ്റെ ലുക്കയുടെയും കൂടെ അങ്ങ് വരും. നിങ്ങളിപ്പോൾ വാ, ലേറ്റായില്ലേ, നമുക്കിറങ്ങാം. ഓക്കെ. It changed me and stuck with you, stuck with you, stuck with you. I'm stuck with you, stuck with you, stuck with you. Years go like the time moves fast. ഇസ, ഇവിടെ ഉള്ളവരെല്ലാം നിന്നെ തന്നെയാണല്ലോ നോക്കുന്നത്. എന്നെ അല്ല, നമ്മളെ. ഓ, വാട്ടവ. വാ, നീ നടക്ക്, നമുക്ക് പപ്പയെ നോക്കാം. ഇസ, ദേ പപ്പ, വാ അങ്ങോട്ട് വാ. ഹേയ് ജോൺ, മീറ്റ് മൈ സിസ്റ്റർ ഇസ എലിസബത്ത്. ആൻഡ് ഇസ, ഇത് പപ്പയുടെ ഒരു ബിസിനസ് ഫ്രണ്ടാണ്, ജോൺ. ഹലോ അങ്കിൾ. ഹലോ, മോൾ എന്താ ചെയ്യുന്നേ? പഠിക്കുവാണോ? അതെ അങ്കിൾ, ആ, ഏത് കോഴ്സാ? BBA. ആഹാ, പപ്പയെ പോലെ തന്നെ ബിസിനസ് വുമൺ ആവാനാണോ? അല്ല, ഇതാരാ? ഇത് നമ്മുടെ സാമുവലിന്റെ മോളാ. ഇവർ ഒരുമിച്ചാ പഠിക്കുന്നേ. ഓ, സാമൂല് വന്നിട്ടില്ലേ അപ്പോ? വന്നിട്ടുണ്ട്, ഇവിടെ കാണും. ആണോ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ, അതാ കാണാത്തെ. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, പപ്പയ്ക്ക് കുറച്ച് തിരക്കുണ്ട്. ഹാ പപ്പ. നീ ആരെയും ഈ തിരയുന്നേ? ഏയ്, ഒന്നുമില്ലാതെ പിന്നെ വന്ന് കയറിയപ്പോൾ തൊട്ട് നീ ഇവിടെ മൊത്തമായി പരുതുന്നുണ്ടല്ലോ. ആരെയായി നോക്കുന്നേ? ഒന്ന് പോയി, ഞാൻ ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ നോക്കിയിരുന്നതാ. എങ്കിലേ നീ തപ്പിയ ആള് വന്നിട്ടുണ്ട്. ദേ അങ്ങോട്ട് നോക്കേ. ജേഡൻ, ഓർമ്മയുണ്ടല്ലോ, ഇസയുടെ മേലെ ഒരു ശ്രദ്ധ വേണം. അവളെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കോണം. നമ്മുടെ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്, ബട്ട് എന്നാലും നീയും കൂടെ വാച്ച് ചെയ്യണം. യാ, ഐ നോ. ഇസ വഴിയെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. ആൻഡ് ഓൾസോ ഇസയുടെ സേഫ്റ്റി, അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബി കെയർഫുൾ. ലൂക്ക എവിടെ? ലൂക്ക സിറിയക്കിൻ്റെ അടുത്ത് കാണും. ഹാ, ഞാൻ ലൂക്കയുടെ അടുത്തോട്ട് ചെല്ലട്ടെ. നീ അപ്പോ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്. ഓക്കെ. Ladies and gentlemen, I am so excited to stand here today to introduce our company's new project. We are thrilled to announce our partnership with KD Industries, a multi-billionaire company. By joining hands, we aim to enhance our customer experience and strengthen our market growth. Now, we would like to take a moment to introduce the talented team members who will be work for this project.
എനിക്ക് ബോറടിക്കുന്നു. പാർട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഡാൻസും പാട്ടും ഒക്കെ കാണുന്നു. ഇതൊരുമാതിരി അവിടെ ഇവിടെയും കുറേ ആൾക്കാരിരുന്ന് എന്തൊക്കെയോ സംസാരിക്കണു, കുടിക്കുന്നു. അത് മാത്രം. പിന്നെ ഈ ബിസിനസ് പാർട്ടീസൊക്കെ ഇങ്ങനെയല്ലേ വരൂ? അതുകൊണ്ടല്ലേ എനിക്ക് കൂട്ടിനെ നിന്നെയും കൂടെ വിളിച്ചത്. എന്നാലും ഇത്രയ്ക്കും വേണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതെപ്പോൾ കഴിയോ എന്തോ. മിയ, നിങ്ങളെപ്പോ വന്നു? ഹാ പപ്പ, ഞങ്ങൾ കുറച്ചു നേരമായി. ഹായ് സാ, കാലിനിപ്പോ എങ്ങനെയുണ്ട്? ഏയ് കുഴപ്പമൊന്നുമില്ല അങ്കിൾ, അത് അന്നേ മാറിയായിരുന്നു. ഓക്കെ. പിന്നെ അധികം ദൂരോട്ടൊന്നും പോകണ്ട, പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഉള്ളതാ ഇവിടെ. സോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിക്കണം രണ്ടുപേരും, കേട്ടല്ലോ? ഹാ പപ്പ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഓക്കെ. മിയ, നീ എന്റെ കൂടാണോ തിരിച്ചു വരുന്നേ? ആ അതെ പപ്പ, നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, എന്നാ നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ സിറേക്കിന്റെ അടുത്തോട്ട് ചെല്ലട്ടെ. ഓക്കെ പപ്പ. ഇസ, നമുക്കെന്തേലും കുടിക്കാൻ പോയി, എനിക്ക് ദാഹിക്കുന്നു. എനിക്കും. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാം. ആണോ? ഞാൻ കൂടി വരണോ? എന്തിന്? വാഷ്റൂമിലേക്കല്ലേ? അത് ഞാൻ പൊക്കോളാം. ഓ ശരി, എന്നാൽ ഞാൻ പോയി കുടിക്കാൻ വല്ലതും ഉണ്ടോ നോക്കിയിട്ട് വരാം. ഓക്കെ. ഓ ഐ ആം സോറി. ഇറ്റ്സ് ഓക്കെ. ഹാ, ഇതെന്താ? ഇവാൻ, അയാള് എന്താ ഇസ? ആര്? ആ ആളാ അന്ന് എന്നെ കാണാൻ വന്നത്. ഡെറിക്. ഡെറിക്, അത് തന്നെ. വാട്ട്? ഇസ, താൻ ജെയ്ഡന്റെ അടുത്തോട്ട് ചെല്ല്. ഇസ, എന്താ പറ്റി? നീ എന്തിനാ ഓടുന്നേ? അത് പിന്നെ. ഹാ, എന്താ? ഇസ നോ, നീ എന്താ ഈ കാണിക്കുന്നേ? അത് വോൾക്കയാ. ഓ ഷിറ്റ്, വേർ ഈസ് ഹി? ഹലോ ഏതൻ? ഇസ, നീ ഓക്കെ അല്ലേ? മിയ, എനിക്ക് തല കറങ്ങുന്ന പോലെ. എല്ലാം കൂടെ എടുത്ത് മൂന്തിയിട്ട് പിന്നെ എങ്ങനെ കറങ്ങാതിരിക്കും? ഇസ, ഇസ, നേരെ നിൽക്കൊന്ന്. ഭർത്താവേ, ഞാനിപ്പോൾ എന്താ ചെയ്യാ? ആരെ വിളിക്കും? പപ്പ അറിഞ്ഞ എന്നെ കൊല്ലുമല്ലോ. ഹാ, ജെയ്ഡൻ. ഹേയ്, എന്താ? ഇസക്ക് എന്താ പറ്റിയേ? അത് പിന്നെ ഇസ. വാട്ട്? വോഡ്ക? അത് പിന്നെ ഞാൻ അറിഞ്ഞില്ല അവള് പെട്ടെന്ന് അതെടുത്ത് കുടിക്കൂന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? മിയ, ഞാനൊരു കാര്യം ചെയ്, ഇസേനയും കൊണ്ട് ഇവിടുന്ന് പോ. ഇതാ മുകളിലെ ഗസ്റ്റ് റൂമിലെ കീ. ആൻഡ് ലോക്ക് ദ ഡോർ. ഞങ്ങൾ പറയാതെ അവിടുന്ന് പുറത്തിറങ്ങരുത്. ഹാ, അതെന്തിനാ? ഡു വാട്ട് ഐ സേ. ഏതൻ, വാട്ട് ഹാപ്പൻഡ്? അത് പിന്നെ ഡെറിക് ഇവിടെ വന്നിട്ടുണ്ട്. വാട്ട്? യെസ്, ഇസ ഡെറിക്കിനെ കണ്ടു. ആൻഡ് അതിന്റെ ഷോക്കിൽ അവളിപ്പോ. ബട്ട് അവൻ രക്ഷപ്പെട്ടു. ആൻഡ് ഈ അവസരത്തിൽ ഇസ ഇവിടെ നിൽക്കുന്നത് റിസ്ക് ആണ്. സോ ഉടനെ ഇസയെ വീട്ടിലെത്തിക്കണം. ഹാ, അപ്പ അവൻ? ഡോണ്ട് വെറി, അവനെ ഇവിടെ എങ്ങനെയും എത്തിക്കുക എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതെന്തായാലും നടന്നിട്ടുണ്ട്. സോ നീ ഞാൻ പറയുന്ന കേൾക്ക്. ഇവാൻ എവിടെ? അവൻ പുറത്തുണ്ട്. ആക്ച്വലി ഇവാനാണ് ഡെറിക്കിനെ ആദ്യം കണ്ടത്.
പിന്നെ ഇസ പറഞ്ഞപ്പോഴാണ് അത് ഡെറിക്കാണെന്ന് മനസ്സിലായത്. ഏയ് ജെകെ, ഇത്രയും ഹൈ സെക്യൂരിറ്റീസ് ഇവിടെ ഉണ്ടായിട്ടും അവൻ ഇതിൻ്റെ ഉള്ളിൽ കടന്നു കയറി. അപ്പം അവനെ ഹെൽപ്പ് ചെയ്യുന്ന ആള് അത്ര നിസ്സാരക്കാരനാവില്ല. യെസ്, നമ്മളുമായോ സിറീക്കുമായോ അടുത്ത ബന്ധമുള്ള ആരോ ആണത്. ഇന്ന് പാർട്ടിയിൽ ഇൻവൈറ്റ് ചെയ്തവരുടെ എല്ലാവരുടെയും ലിസ്റ്റ് എടുക്കണം. ആൻഡ് ഡെയിൻ, ഇവിടുത്തെ വർക്കേഴ്സിൻ്റെയും ഹെൽപ്പേഴ്സിൻ്റെയും എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഓക്കെ സർ. ഇത് ലൂക്കയും സിറേക്കിനെ അറിയിക്കണ്ടേ? ഇപ്പോൾ വേണ്ട, ആദ്യം ഇതൊന്ന് കഴിയട്ടെ. ജെകെ, നീ ഇസേനെ കൊണ്ട് ഇവിടുന്ന് പോ. അവളെ ഇനി ഇവിടെ നിർത്തണ്ട. അത് ശരിയാ, ഇവിടെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. സോ നീ ചെല്ല. സിറേക്കിനോട് ഞങ്ങൾ പറഞ്ഞോളാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. യാ ഷുവർ. ഇസ, മിയ, എനിക്ക് വീട്ടിൽ പോകണം. ഇവിടെ കൊള്ളൂല. ആ, അതിനെന്താ, നമുക്ക് പോവാലോ. ആ, ഓക്കെ, ബാ. ഇപ്പോ അല്ല, ചേട്ടൻ വന്നോട്ടെ, എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം. എന്തേ? ആ ജയ്, അല്ല, എന്നിട്ട് എൻ്റെ ബോഡി ഗാർഡ് എവിടെ? അത് പിന്നെ ഇപ്പം വരും, വന്നോണ്ടിരിക്കുക. ഹാ, വാട്ട്? ബോഡി ഗാർഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണ്ടേ? എന്നിട്ട് ഇതെവിടെ പോയി? അത് പിന്നെ അങ്ങനെ തന്നെയാ, പക്ഷേ ആളിപ്പോൾ വാഷ്റൂമിലേക്ക് പോയേക്കാം. ഇപ്പോൾ വരും. ഓ, എങ്കിൽ ഓക്കെ. ഇതിപ്പോ കുറെ ആയല്ലോ. ആ ബോഡി ഗാർഡ് അവിടെ കിടക്കാൻ പോയാണോ? ഇയാളിത് വാഷ്റൂമിലേക്കല്ലേ പോയത്? എനിക്ക് വീട്ടിൽ പോണം മിയ. ഓ എൻ്റെ ഇസ, നീ ഒന്ന് സമാധാനപ്പെട്, ഇപ്പം വരും, ഞാൻ വിളിക്കാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓ, എങ്കിൽ ഓക്കെ. ജേഡൻ, വന്നോ? ഇപ്പം എന്താ ചെയ്യാ? പപ്പയോട് പറയണോ? ഏയ് വേണ്ട, താൻ അങ്ങോട്ട് ചെല്ല. ഇസയെ ഞാൻ നോക്കിക്കോളാം. അത് പിന്നെ ഞാൻ... ഡോൺ വെറി, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ആൻഡ് ഇസയുടെ പപ്പ ഇപ്പം ഇതറിയണ്ട. പിന്നെ പപ്പ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? അത് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളാം. ഓക്കെ. ഇസ, ഞാൻ പോവാണേ. എവിടേക്ക്? അപ്പോൾ ഞാനോ? ജെയ്ഡനുണ്ട്, സോ നീ വീട്ടിലേക്ക് ചെല്ലിപ്പോ. ജെയ്ഡനോ? അതാരാ? അത് പിന്നെ ബോഡി ഗാർഡ് വന്നെന്നാ പറഞ്ഞേ. ഹാ, ബോഡി ഗാർഡ്? ഹാ, യെസ്, ഹീ ഈസ് മൈ ബോഡി ഗാർഡ്. ഇസ, നീ... മിയ, താൻ ചെല്ല, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ഇസ, വാ പോവാം. നോ, എനിക്ക് പോവണ്ട. വാട്ട്? പിന്നെ? പുറത്ത് അയാളുണ്ട്, എനിക്ക് പേടിയാ. ഏയ് ഇല്ല, അങ്ങനെ ആരുമില്ല, താൻ വാ. ഇല്ല, ഞാൻ വരൂല. ഇസ, വെറുതെ കളിക്കാതെ താൻ വന്നേ. നോ നോ നോ. If so, I will take you with me. Want her, don't go there. There's creatures who are hiding in the dark. There's something been creeping. It told her, don't you worry, just
ഇസയുടെ പപ്പയെ കാണല്ലേ. കണ്ടാൽ ഞാനിപ്പോൾ എന്തോ പറയും. മിയ, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക്? ഇസ എവിടെ? അത് പിന്നെ ഇസ ജേഡൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി. അതെന്തു പറ്റി? അത് ഇസയ്ക്ക് ചെറിയൊരു തലവേദന. സോ ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് കരുതി ജേഡൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. ഓ ആണോ? വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല സർ. ഓക്കെ. ഹോ, ഞാൻ പേടിച്ചു പോയി പപ്പയോട് എന്ത് പറയുമെന്ന് വെച്ചിട്ട്. ഓ, ഇതിനെത്ര പേടിക്കാനെന്താ? പിന്നെ പേടിക്കാതെ കാര്യമല്ല. പപ്പ അറിഞ്ഞ പിന്നെ അത് മതി. ഓ, അതാണോ? അത് നാളെ രാവിലെ ആവുമ്പോഴേക്കും ഓക്കെ ആയിക്കോളും. ഇസ കം. ഇതെവിടെ എത്തിയ നമ്മൾ? അത് ഞാൻ പറയാം, നീ അകത്തോട്ട് കയറ്. ഓക്കെ. ചേ, എന്താ? എന്തിനാ അതിന് ചൂടാവുന്നേ? മയത്തിൽ ചോദിച്ചാ പോരെ. ദാ കണ്ടോ കണ്ടോ, ഇങ്ങനെയാ നോക്കി പഠിപ്പിക്കുന്ന. ഇസ, താൻ ഇവിടെ വന്ന് കിടക്ക്. നോ, എനിക്കിപ്പോൾ കിടക്കണ്ട. ഹാ? എനിക്ക് ജിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവിടെ ഇരിക്കുക. എന്തായാലും നാളെ രാവിലെ. ഇപ്പം താൻ കിടക്കാൻ നോക്ക്. ഇല്ല ജി, പ്ലീസ് ഇവിടെ ഇരിക്കുക. തൻ്റെ സില്ലി ടോക്സിനൊന്ന് റിപ്ലൈ തരാൻ എനിക്ക് തീരെ ടൈമില്ല. നിനക്ക് വേണേ കിടക്ക്, ഇല്ലേ ഞാൻ പോവാം. Why you always shout at me? ഐ ഓൾറെഡി ടോൾഡ് യു. ഇനി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് സാ. Am I your friend? Answer me. യെസ്. ഇനി വിട്. ഐ വാണ്ട് ടു ഗോ. ഇല്ല. ഇനി എന്താ? Do you like me? ഹാ? എന്താ, താൻ എൻ്റെ ഫ്രണ്ട് അല്ലേ? അപ്പോൾ എന്നെ ലൈക്ക് ചെയ്തൂടെ? പറ. ഐ ലൈക്ക് യു. ഇനി മാറ്. Huh? So you like me? ഏയ് ഇസ. No.